നിങ്ങൾക്കെല്ലാവർക്കും പ്രഭാതവന്ദനം. ഇന്ന് നമുക്ക് പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് പോകാം. പീലാത്തോസ് കൊട്ടാരത്തിന്റെ ശൃംഗത്തിൽ നിൽക്കുകയാണ്. അവന്റെ നോട്ടം അകലങ്ങളിലേക്കാണ്, അകലെയുള്ള കാൽവരിയിലേക്കാണ്. കാൽവരിയിൽ നിന്ന് ധീരമായൊരു സ്വരം കേൾക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? കാൽവരി മലയിലേക്ക് നോക്കി നിൽക്കുന്ന പീലാത്തോസ് കാണുന്നത് ഇവയൊക്കെയാണ്. ഭൂമി കുലുങ്ങുന്നു, പാറ പിളരുന്നു. ദാരുണമായ സംഭവത്തെ നോക്കി നിൽക്കാനുള്ള ത്രാണിയില്ലാതെ സൂര്യൻ തൻ്റെ മുഖം പൊത്തി ഭൂമുഖം മുഴുവനും അന്ധകാരത്തിൽ ആണ്ടുപോകുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുകെ കീറി മാറുന്നു. എന്തൊരു പ്രതിഭാസമാണിത്! നിഷ്കളങ്ക രക്തത്തെ വധിക്കാൻ വിധിച്ചവനാണ് ഞാൻ. എൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദത്തെ നിരാകരിച്ചവനാണ് ഞാൻ. എൻ്റെ ഭാര്യയുടെ മൊഴികളിലൂടെ രൂപീകൃതമായ സത്യം എൻ്റെ മനസ്സാക്ഷിയുടെ തന്നെ ശബ്ദമായിരുന്നു. അത് കേൾക്കാതെ പോയത്, എൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്, എൻ്റെ ആധിപത്യം എന്നും നിലനിൽക്കണമെന്ന് സ്വാർത്ഥതയുടെ കൂടാരം തീർത്ത് ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ അതിൽ ബന്ധിതമാക്കിയത്. ഇന്ന് ഞാൻ ഗാഢമായ ദുഃഖത്തിലാണ്. നിഷ്കളങ്കതയെ കളങ്കമാക്കി മാറ്റിയവൻ, സത്യത്തെ വിരുദ്ധമാക്കി തീർത്തവൻ, എൻ്റെ സത്യമെന്തെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അവൻ തന്ന ഉത്തരം നിശബ്ദതയായിരുന്നു. ഈ നിശബ്ദതയാണ് എന്നെ വേട്ടയാടിയത്. കാരണം സത്യത്തോട് തന്നെയാണ് സത്യമെന്താണെന്ന് ഞാൻ ചോദിച്ചത്. ആ സത്യം മൗനമാണ്. കോലാഹലങ്ങളിലല്ല ദൈവത്തിൻ്റെ ചൈതന്യം നിലനിൽക്കുന്നത് എന്ന സത്യം തിരിച്ചറിയാൻ വേണ്ടി സത്യമെന്തെന്ന എൻ്റെ ചോദ്യത്തിന് അവനൊരു ഉത്തരം പറഞ്ഞു: നിശബ്ദത. നിശബ്ദതയുടെ ആഴങ്ങളിലാണ് സത്യത്തെ കണ്ടെത്താൻ സാധിക്കൂ. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം: ശാന്തമാകുക, ഞാനാണ് ദൈവമെന്നറിയുക. സത്യത്തെ തിരയുന്നവരൊക്കെ ഈ നിശബ്ദതയുടെ ആഴത്തെ ആസ്വാദനമാക്കി മാറ്റണം. വഴിയും സത്യവും ജീവനുമായ തമ്പുരാൻ എൻ്റെ മുൻപിൽ നിന്നപ്പോൾ ഞാൻ അവൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്ത ചോദ്യം അവനെ കൂടുതൽ നിശബ്ദതയിലേക്ക് അഴുത്തി എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും അധിപനായ, എല്ലാത്തിൻ്റെയും താതനായ അവനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ്റെ മേൽ എന്ത് അധികാരമാണ് എനിക്കുള്ളത്? എൻ്റെ അധികാരത്തെ ഞാൻ ദുരുപയോഗിച്ചോ എന്ന ചിന്ത എന്നെ വേട്ടയാടുന്നുണ്ട്. എൻ്റെ മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും തളർന്നു പോകുന്നുണ്ട്. അവനെ നോക്കി ഞാൻ ചോദിച്ചു, സത്യമെന്താണ്? അവൻ്റെ നിശബ്ദത ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദത്തെക്കാൾ എൻ്റെ ഹൃദയതലത്തെ ശല്യപ്പെടുത്തുന്ന ഒന്നായി മാറി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദമാണ് അവൻ്റെ നിശബ്ദത. നിശബ്ദതയോളം നമ്മളെ ശല്യപ്പെടുത്തുന്നത് മറ്റൊന്നുമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ശല്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നിശബ്ദതയാണ്. സത്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ നൽകിയ ഉത്തരം ആ നിശബ്ദതയാണെങ്കിൽ, ആ നിശബ്ദതയ്ക്കുള്ളിൽ ലീനമായി കിടക്കുന്ന ഒരു സത്യമുണ്ട്. സത്യത്തെ തേടി നടക്കുന്നവൻ എത്തിപ്പെടുന്നത് നിശബ്ദതയിലാണ്. കോലാഹലങ്ങളിൽ അമർന്നു ചേർന്ന യാഥാർത്ഥ്യങ്ങൾക്കൊന്നും
ദൈവമാരാണെന്ന് പഠിപ്പിക്കാനുള്ള സാധ്യതയുള്ളതല്ല എന്ന് തിരിച്ചറിയണം. കോലാഹലങ്ങളിൽ ദൈവമില്ല. അതിനാൽ അവനെക്കുറിച്ച് പ്രവാചകന്റെ മൊഴികൾ ഇപ്രകാരമാണ്: കൊല്ലാൻ കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു. ഭാഷയുടെ പാടവമില്ലാത്തതുകൊണ്ടല്ല, ചാരുതയാർന്ന വാക്കുകളെ ക്രമപ്പെടുത്താൻ ശക്തിയില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നിശബ്ദതയ്ക്ക് കാതലായ അർത്ഥമുണ്ടെന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തരുന്ന ഒരു ഗുരുവിൻ്റെ മുമ്പിലാണ് ഞാൻ ഈ ചോദ്യം ആരാഞ്ഞത്. സത്യമെന്താണ്? സത്യത്തിന് ഒരർത്ഥമേയുള്ളൂ: നിശബ്ദത. നിശബ്ദതയിൽ കണ്ടെടുത്തുന്ന ആത്മീയതയുടെ കേദാരം അതുതന്നെയാണ് ക്രിസ്തു. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കോലാഹലങ്ങളിൽ നിന്നിങ്ങനെ മാറി നടക്കണം. അവൻ്റെ ശാന്തത കാണണം. അവൻ്റെ നടത്തവും അവൻ്റെ നോട്ടവും ശാന്തതയിലാണ്. രോഗത്തെ അവൻ നോക്കിയപ്പോൾ അത് സൗഖ്യമായി. ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവനെ നോക്കിയപ്പോൾ അത് വലിയ സാന്നിധ്യത്തിന്റെ അനുഭവമായി. വിശക്കുന്നവനെ നോക്കിയപ്പോൾ അന്നമായി. ഇങ്ങനെ വ്യത്യസ്തമായ നോട്ടങ്ങളുണ്ട് നമ്മുടെ തമ്പുരാന്. പക്ഷേ പീലാത്തോസ് നോക്കിയത് വ്യത്യസ്തമാണ്. വിധിക്കാനും വധിക്കാനുള്ള സാധ്യതകൾ കണ്ടെത്താനുമുള്ള നോട്ടം. കരുണാദ്രമായി നോക്കാൻ കഴിയാതെ പോകുന്നത് ജീവിതത്തിലെ തെറ്റാണ്. ജീവിതത്തിലെ സായാഹ്നങ്ങളിൽ ഒരു കാൽവരി ഉണർന്നു നിൽക്കും. ആരെയൊക്കെയോ നമ്മൾ അറിയാതെ ക്രൂശിലേറ്റിയിട്ടുണ്ട്. ആരെയൊക്കെയോ സത്യം ആണെന്നറിഞ്ഞിട്ടും വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മക്കളെ ഓർത്തുകൊള്ളുക, നന്മ ചെയ്യാൻ നിനക്ക് ആരുടെയും അനുവാദം വേണ്ട. നന്മ ചെയ്യാൻ വേണ്ടി നീ ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. തിന്മ ചെയ്യാൻ ആര് പറഞ്ഞാലും നീ ചെയ്യരുത്. ആത്മീയത അതാണ്. നന്മ ചെയ്യാനുള്ള ആത്മീയമായ ഒരു കരുത്ത്, ആന്തരികമായ ഒരു കരുത്ത്, ആന്തരികമായ ചേതനയാണത്. തിന്മ ചെയ്യണമെന്ന് ഏത് അധികാരം പറഞ്ഞാലും ഇല്ല എന്ന് പറയാനുള്ള ബലമുണ്ടാകണം നമുക്ക്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി തിന്മയെ നമ്മൾ വധിക്കരുത്. പീലാത്തോസിന് സംഭവിച്ചത് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി നന്മയെ വധിച്ചു എന്നതാണ്. എവിടെയൊക്കെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നന്മയെ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ അവിടെയൊക്കെ പീലാത്തോസ് എന്ന യാഥാർത്ഥ്യം ജന്മം കൊള്ളുന്നുണ്ട്. നമ്മൾ ആരെയൊക്കെ വിധിച്ചു പോകാറില്ലേ ജീവിതത്തിൽ? അത് നമ്മുടെ കൂടെ വസിക്കുന്നവരെ ആവാം. അവരുടെ നന്മ കാണാതെ അവരിലേക്ക് തിന്മ ആരോപിച്ച് അവരെ നമ്മൾ അറിയാതെ വധിക്കാൻ വിധിക്കുന്നില്ലേ? അവിടെയൊക്കെ ഞാനും നീയും അറിയാതെ പീലാത്തോസ് എന്ന യാഥാർത്ഥ്യം ഉണർന്നു വരുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ്: അവരനെ വിധിക്കാനുള്ള ധുരയുണ്ടാകുമ്പോൾ എന്നെ തന്നെ വിശകലനം ചെയ്യാനുള്ള സാധ്യതയാണ് എന്നൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയതാണ് പീലാത്തോസിന്റെ ഈ നിരാശയ്ക്ക് കാരണം. യഹൂദന്റെ മുമ്പിൽ വ്യത്യസ്തമായ സംസ്കാരത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടവനാണ് പീലാത്തോസ്. റോമ സാമ്രാജ്യത്തിന്റെ ആഡംബരം സ്വീകരിച്ച് ഭരണമേറ്റെടുത്തവനാണ് പീലാത്തോസ്. യഹൂദരുമായിട്ട് രമിതപ്പെട്ടു നിൽക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. വ്യത്യസ്തമായ സംസ്കാരത്തിന്റെ ഉടമയാണ്. ആ സംസ്കാര പശ്ചാത്തലത്തിൽ നിന്നാണ് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ ഒരു വിധി അവൻ നടപ്പിലാക്കുക.
പിൻവിളികളായിട്ട് തൻ്റെ ഭാര്യയുടെ മൊഴികളുണ്ട്. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്, വ്യത്യസ്തമായ വിധികളാൽ അവനെ വിധിക്കരുതെന്നും മനസ്സാക്ഷിയുടെ ശബ്ദം പോലെ എൻ്റെ ജീവിത പങ്കാളിയുടെ ശബ്ദം പിന്നാമ്പുറത്തുണ്ട്. അതെൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദമാണ്. സത്യത്തെ വിധിക്കാൻ എനിക്ക് എവിടെ നിന്നാണ് അധികാരം? എന്നാൽ ഞാൻ സമ്മർദ്ദത്തിലായിപ്പോയി. കാരണം എൻ്റെ സ്ഥാനം, എൻ്റെ നിലനിൽപ്പ് ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. നീതിമാനെ വിധിച്ചാലും നന്മയെ വധിക്കാൻ വിധിച്ചാലും എനിക്കൊന്നു മാത്രമേ ആഗ്രഹമുള്ളൂ, എൻ്റെ സ്ഥാനത്തിൻ്റെ നിലനിൽപ്പ്. ഞാൻ അവരെന്നെ ഗൗനിക്കാതെ പോയി. എൻ്റെ സ്വാർത്ഥതയുടെ കൂടാരം പണിതുയർത്താൻ വേണ്ടി, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ആ നന്മയെ വധിക്കാൻ വിധിച്ചു. മനസ്സാക്ഷിയുടെ ശബ്ദം എവിടെയൊക്കെ കേൾക്കാതെ പോകുന്നുണ്ടോ അവിടെയൊക്കെ നാം അറിയാതെ അവരെന്നെ വിധിക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലാവാം, നമ്മുടെ സമൂഹത്തിലാവാം, നമ്മുടെ ഇടപെടലുകളിലാവാം. നമ്മൾ അറിയാതെ ആരെയൊക്കെയോ ഇങ്ങനെ വിധിക്കുന്നുണ്ട്. അവരിൽ നന്മ കാണാതെ ഈ വിധിക്കാനുള്ള ധ്വരയെ നമ്മളിങ്ങനെ അതിജീവിക്കണം. സത്യത്തെ പോലും വിധിച്ചു നിന്ന പീലാത്തോസിന്റെ ആത്മനൊമ്പരം ഇതാണ്. സത്യത്തോട് തന്നെയല്ലേ എന്താണ് സത്യമെന്ന് ഞാൻ ചോദിച്ചത്? അത് ഗ്രഹിക്കാതെ പോയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഈ മനസ്സ് തളരാൻ, ശരീരം തളരാൻ, വിചാരവും വികാരങ്ങളും തളരാൻ കാരണമായത് എൻ്റെ തെറ്റായ വിധിയാണ്. തെറ്റായ വിധിയെ ഒരിക്കലും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അതിൻ്റെ പരിണത ഫലങ്ങൾ ജീവിതത്തെ വേട്ടയാടും. ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടും. നന്മപൂർണമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ മുൻപിൽ നിൽക്കുമ്പോഴും അവൻ്റെ ജീവിതം തിന്മയാൽ ആവൃതമാക്കപ്പെട്ടതാണെന്ന് വാക്കുകളാൽ രൂപപ്പെടുത്തി വിധിക്കുന്നുണ്ടോ നമ്മൾ? നിഷേധാത്മകമായ ചിന്തയുടെ ഉടമസ്ഥരായി പീലാത്തോസിന്റെ ആ ഭാവത്തെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ആരെല്ലാം പരാജയപ്പെട്ടാലും, ആരെല്ലാം വധിക്കപ്പെട്ടാലും എൻ്റെ നിലനിൽപ്പാണ് എനിക്ക് പ്രധാനം എന്ന് ചിന്തിക്കുന്നത്. എവിടെയൊക്കെ ഈ തലങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ടോ, ഏതെല്ലാം സാഹചര്യങ്ങളിലും ഈ പീലാത്തോസിന്റെ ഗന്ധമുണ്ടോ, അവിടെയൊക്കെ നമ്മൾ അറിയാതെ നന്മയെ വധിക്കാൻ വിധിക്കുന്നുണ്ട്. സത്യം കണ്ടെത്താതെ പോയത് പീലാത്തോസിന്റെ തെറ്റ്. ക്രിസ്തുവിന്റെ പ്രയാണങ്ങളെ അവൻ തിരിച്ചറിഞ്ഞില്ല. ആന്തരിക ലോകത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ആന്തരിക നേത്രവും ഉണ്ടായിരുന്നില്ല. ഭൗതികമായ നേട്ടങ്ങളായിരുന്നു പ്രാധാന്യം. അതിനാൽ ആ നിശബ്ദതയുടെ ആഴം അപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ കാണുന്ന ഈ പ്രകൃതിയുടെ പ്രതിഭാസം. ഭൂമി കുലുങ്ങുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദാരുണമായിട്ടുള്ള മരണത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച ഒരു മരത്തണ്ടിനോട് തൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ച് പിതാവിൻ്റെ ഹിതാനുസരണമെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ ദൈവം പ്രായോഗികമായി തീർന്ന ആ ഗുരുവിൻ്റെ മൊഴികളിലേക്ക് നാം പോണം. അവൻ പറഞ്ഞു തരും,
സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്, പ്രാണൻ കൊടുത്തിട്ടാണ് പ്രണയത്തെ സംരക്ഷിക്കേണ്ടതെന്ന് ഈ വലിയ ആത്മീയ ഉണർവിനെ കാൽവരിയിൽ നിന്ന് കണ്ടെത്താൻ പീലാത്തോസ് പരിശ്രമിക്കുകയാണ്. അവൻ സാന്നിധ്യമായപ്പോൾ അത് മനസ്സിലായില്ല. അവന്റെ സാന്നിധ്യത്തിൽ അധികാര പ്രയോഗങ്ങൾ നടത്തി. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി അവൻ വിധിവാചകം ഉച്ചരിച്ചു. എന്നിട്ട് വെള്ളമെടുത്ത് തൻ്റെ കരങ്ങൾ കഴുകി. ഈ ലോകത്തിലെ എല്ലാ സാഗരവും ഒത്തുചേർന്നാലും പീലാത്തോസേ, നീ കഴുകിയ ആ കരം ശുദ്ധമാക്കപ്പെടില്ല. നിഷ്കളങ്ക രക്തത്തെയാണ് നീ വധിക്കാൻ വിധിച്ചത്. നീ ഏത് കുളത്തിൽ പോയി കഴുകിയാലും ആ കറ മാറില്ല. കറമുദ്രയായി ജീവിതത്തിലുടനീളമുണ്ടാവും. ഇന്നും ഈ പീലാത്തോസ് ജീവിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആരൊക്കെ നിഷ്കളങ്കതയെ കാണാതെ പോകുന്നുണ്ടോ, ആരൊക്കെ സത്യത്തെ ആദരിക്കാതെ പോകുന്നുണ്ടോ, ആരൊക്കെ നന്മയെ വാഴ്ത്താതെ പോകുന്നുണ്ടോ, അവിടെയൊക്കെ പീലാത്തോസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം തുടർച്ചയായി നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പീലാത്തോസായി മാറാറുണ്ടോ? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ചില വാക്കുകൾ ഇങ്ങനെ വിധിവാക്കുകളാക്കി ഞാൻ തീർത്തിട്ടുണ്ടോ? ഒരു മനുഷ്യനെ അവന്റെ സങ്കല്പത്തോടും സ്വപ്നത്തോടും കൂടി മഥനം ചെയ്യുന്ന വാക്കുകൾ ഞാൻ ഉച്ചരിക്കാറുണ്ടോ? എന്നിട്ട് പാത്രമെടുത്ത് കരങ്ങൾ കഴുകി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണോ? എൻ്റെ വാക്കുകളിൽ കറ പുലർന്നിട്ടുണ്ടോ? ഈ കറ എൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ വികൃതമാക്കുന്നുണ്ടോ? ഒന്ന് മാത്രം ഓർക്കുക, നമ്മൾ ധ്യാനമായി പറഞ്ഞു നിർത്തിയതാണ്. കുഞ്ഞെ, നന്മ ചെയ്യാൻ വേണ്ടി നീ ആരുടെയും അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കരുത്. നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിമിഷത്തിൻ്റെ ഒരു കഴിവാണ്. അത് കാത്തിരിക്കാനുള്ളതല്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രായോഗിക ബുദ്ധി പറയുമ്പോൾ, നന്മ എന്ന് പറയുന്നത് നാളേക്ക് മാറ്റിവെക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല. അതിപ്പോൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന സത്യത്തെ ആദരിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. തളർന്നു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുക എന്നത് ഇപ്പോൾ ചെയ്യേണ്ട യാഥാർത്ഥ്യമാണ്. തിന്മ ചെയ്യാൻ വേണ്ടി നീ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കരുത്. തിന്മ നീ ചെയ്യരുത്. ആരെല്ലാം പറഞ്ഞാലും തിന്മ നിന്റെ വഴികളിലുണ്ടാകരുത്, മിഴികളിലുണ്ടാവരുത്. നന്മ ചെയ്യാൻ നിനക്കാരുടെയും അനുവാദം വേണ്ട. എന്നാൽ തിന്മ ചെയ്യാൻ ആര് പറഞ്ഞാലും ചെയ്യരുത്. അതാണ് ആത്മീയത. തിന്മയോട് കൂട്ടുനിൽക്കരുത്. സമ്മർദ്ദത്താൽ മുഴുകി നന്മയെ വിധിക്കാൻ വധിച്ച പീലാത്തോസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നന്മ കണ്ടിട്ട് ആ നന്മയുടെ മുമ്പിൽ നമസ്കരിക്കാൻ മറന്നു പോകരുത്. ചോദ്യങ്ങൾ കൊണ്ട് നന്മയെ നിശബ്ദമാക്കരുത്. ചോദ്യങ്ങളാൽ നിശബ്ദമാക്കപ്പെട്ട സത്യമാണ് യേശു. യേശു എന്ന സത്യത്തിന് നിശബ്ദത എന്നൊരു ഉത്തരവുണ്ട്. അത് മനസ്സിലാകാതെ പോയതാണ് പീലാത്തോസിന് സംഭവിച്ച ദുരന്തം. ഈ ദുരന്തം ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.